പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും. പക്ഷേ ആ വാക്കുകളുണ്ടല്ലോ, ആ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈയടിക്കുന്നുള്ളത്. BJPയുടെ ജനവിരുദ്ധ നടപടികൾക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ വാരണാസിയിൽ നിന്ന് തന്നെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തിന് കരുത്തുകൂട്ടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കേണ്ടതുണ്ട്. നേതൃത്വം പറഞ്ഞാൽ മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഉറച്ച നിലപാടോട് കൂടി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിന്റെ പുതിയ ഭാവി, ആ ഭാവി കൃത്യമായി കയ്യിലുള്ളത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൈകളിലാണ്. അത് സുരക്ഷിതമാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആ ഒരു പ്രഖ്യാപനം. മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ, വാരണാസിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ എന്ത് കുഴപ്പമാണ് ഉള്ളതെന്ന്. എന്താണ് വാരണാസി? 2014 നരേന്ദ്രമോദി 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാരണാസി, 2009 മുരളി മനോഹർ ജോഷി വിജയിച്ച മണ്ഡലമാണെങ്കിൽ പോലും 2004 ഒരൊറ്റ ഒരു പ്രാവശ്യം കോൺഗ്രസിനോടൊപ്പം ഈ മണ്ഡലം നിൽക്കുകയുണ്ടായി. ഡോക്ടർ രാജേഷ് കുമാർ മിശ്രയിലൂടെയാണ് കോൺഗ്രസ് ഈ മണ്ഡലം ഒരു പ്രാവശ്യം പിടിച്ചെടുത്തത്. അതും 50,000-ൽ മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഭൂരിപക്ഷമൊന്നും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, മുരളി മനോഹർ ജോഷിയുടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് വാരണാസി സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മണ്ഡലം 2014-ലാവട്ടെ നരേന്ദ്രമോദി തന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. അതായത് 3 ലക്ഷം എന്ന മഹാഭൂരിപക്ഷം. അങ്ങനെ ഒരു ഭൂരിപക്ഷം നിലനിൽക്കുന്ന വാരണാസി നിലവിലെ കാര്യങ്ങൾ അനുസരിച്ച് ഭൂരിപക്ഷത്തിൽ ചില കുറവുകൾ സംഭവിക്കും എന്നല്ലാതെ തോൽക്കാനുള്ള സാധ്യതകൾ ഏതൊരു മാധ്യമത്തിന്റെ സർവേകളിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ താൻ തയ്യാറാണെന്ന് ആർജവത്തോടെ പറയുമ്പോൾ ആ ആർജവം കോൺഗ്രസിന്റെ പുതിയ ഭാവിയെ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത്. പ്രിയങ്ക ഗാന്ധിക്ക് സോഷ്യൽ മീഡിയ കൈയടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പ്രിയങ്ക ഗാന്ധി വ്യക്തമായി പറയുന്നുണ്ട്, വാരണാസിയിലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതായത് പല ഗ്രാമങ്ങളിലേക്കും പ്രിയങ്ക ഗാന്ധി എത്തി അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ച് മോദി ഒരു തവണ പോലും എത്താത്ത പല ഗ്രാമങ്ങളും അവിടെ ഇന്നുമുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുമ്പോൾ, പ്രിയങ്ക ഗാന്ധി വാരണാസിയുടെ മുക്കും മൂലയും വ്യക്തമാക്കി പഠിച്ചതിന് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറായത് എന്നുള്ളതാണ് വ്യക്തമാകുന്നുള്ളത്. എന്നാൽ പോലും ചിലപ്പോൾ തോറ്റേക്കാം, ചിലപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ നരേന്ദ്രമോദി വിജയിച്ചേക്കാം. പക്ഷേ ആ ഒരു നിലപാടെടുക്കാൻ കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അത് ഇന്ദിരാഗാന്ധിയെയാണ് പ്രിയങ്കയിലൂടെ ഓർമ്മപ്പെടുത്തുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.